ഹായ് ഹലോ മദന യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കും. കാരണം ആർക്കും പ്രാർത്ഥന എങ്ങനെയെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ എവിടെ നിന്നാണോ ഈ വീഡിയോ കേൾക്കുന്നത് ആ ഒരു സമയം തന്നെ നിങ്ങളുടെ ശ്വാസം ദീർഘമായി വലിച്ച് വായിൽ കൂടി പുറത്തേക്ക് കളയുക. ഓക്കെ, ഈ ഒരു പ്രക്രിയ 2-3 പ്രാവശ്യം ആവർത്തിക്കുക. ഞാൻ ഊർജമാണ്. ഈ പ്രകൃതിയിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കുവാനും നൽകുവാനും ഉള്ള ശക്തി എന്നിൽ ഉണ്ട്. ഭൂമി തൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ എന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഞാൻ സ്വീകരിക്കുന്നു. എന്നിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കാം. നാം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് നമ്മൾ നിറവുള്ളത് കൊണ്ടാണ്. നമ്മളൊരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് നമ്മളിൽ ആ കാര്യം നിറവുള്ളത് കൊണ്ടാണ്. ഒരു വ്യക്തിയെ നമ്മൾ സാമ്പത്തികമായി അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം യൂണിവേഴ്സിൽ നിന്നും നമ്മളിലേക്ക് സാമ്പത്തികം നിറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ സാമ്പത്തികമായി അനുഗ്രഹിക്കുക, സമാധാനമായി അനുഗ്രഹിക്കുക, സന്തോഷത്തിനായി അനുഗ്രഹിക്കുക. അത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. ബാങ്ക് അക്കൗണ്ടുകളെ അനുഗ്രഹിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, നിറഞ്ഞു കവിഞ്ഞതിനായി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഇടയിലെ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളെ നമ്മൾ അനുഗ്രഹിക്കുക. ആ വ്യക്തികളെ അനുഗ്രഹിക്കുക. വളരെ ശാന്തിയും സമാധാനം സന്തോഷത്തോടും കൂടി ആ കൊടുക്കൽ വാങ്ങലുകൾ എത്ര സുന്ദരമായി അവസാനിച്ചിരിക്കുന്നു. അതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹിക്കാം. ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലേക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നു. എന്നിലേക്ക് ഞാൻ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുക. സമാധാനത്തെ, സ്നേഹത്തെ, സന്തോഷത്തെ എന്നിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അവർ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം അവരിലേക്ക് സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് ഫസ്റ്റ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? ഈ കറണ്ട് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള പരിഹാരം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്പാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 11, 4, 3, 7, 11, 6, 1, 1, 2. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ. ഈ നമ്പർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ച ദിവസമോ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ദിവസമോ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടോ ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 11 എന്ന് പറയുമ്പോൾ നിങ്ങൾ 11ാം മാസത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 11 ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ദിവസം അതായിരിക്കാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്.
ഇവിടെ ഫയർ സൈൻ വന്നിരിക്കുന്നത് മേടം, ചിങ്ങം, ധനു. എയർ സൈൻ മിഥുനം, തുലാം, കുംഭം. എർത്ത് സൈൻ ഇടവം, കന്നി, മകരം. വാട്ടർ സൈൻ കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 11 നമ്പറായ ജസ്റ്റിസ് വന്നിരിക്കുന്നത്. പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നുള്ള ദിവസത്തിൽ ഇന്നത്തെ എനർജിയിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ്, നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ഇത്രയും നാളായി നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും സങ്കടത്തോടും കൂടിയിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു. നിങ്ങൾ മാനസികമായി തകർത്തിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും, ചില ഇരുട്ട് റൂമുകളിൽ നിന്നും, ചില നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. സമയം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് സമയം അനുകൂലമായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ചില പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടോ, സാമ്പത്തിക പ്രശ്നത്തിലോ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നത്തിലോ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് ഭാരം ചുമക്കുന്നതായ ചില വ്യക്തികൾ ഇത് കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവ് ഓൺ സംഭവിക്കുന്നതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറിപ്പോവാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചതായി കാണുന്നു. 5 ഓഫ് കപ്പ് നഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമായിട്ടോ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ജോലിയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചതായി കാണുന്നു. ഓക്കെ, അതെല്ലാം നിങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വീണ്ടും 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. നിങ്ങളിൽ തന്നെ ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒരിക്കലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നതല്ല. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ കൂടി പഴയ കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള, അവരെന്നോട് ഇങ്ങനെ കാണിച്ചു, ഇവിടെ ഇങ്ങനെ കാണിച്ചു, പണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കാണിച്ചു, എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ കൂടി യൂണിവേഴ്സിൻ്റെ എനർജിയിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊന്നും പ്രാർത്ഥനയിൽ കൂടിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു സന്തോഷ സമയത്ത് നിങ്ങൾക്കൊരു കോമഡിയോ അല്ലെങ്കിൽ ഒരു സന്തോഷ നിമിഷം എന്ന് പറയുന്നത് അപ്പോഴുണ്ടായ ആ ഒരു ഒറ്റ പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സന്തോഷ നിമിഷത്തിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള ഏത് പ്രാർത്ഥനയും ഏത് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള വാക്കുകളും യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക്, നിങ്ങളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ 5 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ, നഷ്ടപ്പെട്ട എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൈൻഡിനെ മാറ്റി യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് നിങ്ങൾ കടന്നു പോകുക. നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. നിങ്ങൾ ചില സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നതായി കാണുന്നു. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു. 3 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ കുറേ നാളായിട്ട് മനസ്സിൽ ചിന്തിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ കയറി ഇറങ്ങി, നിങ്ങൾ ഒരുപാട് 9 ഓഫ് സോഡിൻ്റെ എനർജിയിൽ വളരെ തകർന്ന അവസ്ഥയിൽ കൂടി വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു നിമിഷം കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശം
വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികളിൽ സമീപിച്ച് ചില വ്യക്തികളുടെ പിറകെ നടന്ന് നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ എവിടെയാണോ ചെന്നത് അവിടെ നിന്നും നിങ്ങൾക്കൊരു വഴി തുറക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ മാനസികമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ സമാധാനം, സ്നേഹം അവ നഷ്ടപ്പെടുത്തി നിങ്ങളിൽ നിന്നും കടന്നു പോയ ഒരു എനർജി കൂടി ഇവിടെ കാണിക്കുന്നു. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. ഓക്കെ, അതിനും നിങ്ങൾക്ക് ഒരു വഴി തുറക്കുകയാണ്. ദ ഹെയറോഫെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഹെയറോഫെൻറ്റിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഇതുവരെയും ചില നെഗറ്റീവ് തോട്ടുകളാൽ നിങ്ങളെ തന്നെ ചതിച്ചുകൊണ്ട് നിങ്ങൾ നിന്നിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. 9 ഓഫ് സോഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നിന്നും ഈ സമയവും എനിക്ക് കടന്നു പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പരിഹാരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ജസ്റ്റിസിന് തൊട്ട് താഴെയായി കാണുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ ജസ്റ്റിസ് വേണമെന്ന് കുറച്ച് നാളായി നിങ്ങൾ അഫർമേഷൻ ചെയ്തിരുന്നത്, മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു വിജയമാണ് അതിൽ വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഫർമേഷൻ ചെയ്ത് കുറേ നാളായി ആ ഒരു ചിന്തയിൽ തന്നെ നിങ്ങൾ നിന്നിരുന്ന ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ഓക്കെ, നീതി ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 6 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു. ഇതുവരെയും അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും നീതി, നിയമപരമായിട്ടോ അല്ലെങ്കിൽ മാനസികപരമായിട്ടോ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ ഇരുന്ന വിഷയത്തിന്മേൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ഒരു വിജയമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമതായി വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെൻറ്റിക്കിളാണ്. അതിന് നിങ്ങൾക്ക് പരിഹാരമായി വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിളാണ്. ഏതെങ്കിലും സാമ്പത്തിക വിഷയത്തിലോ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് വിഷയത്തിലോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ കുറേ നാളായിട്ട് യാചക വേഷത്തിൽ ചില വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾക്ക് കിട്ടാതിരുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു, നീതി ലഭിക്കുന്നു, നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും വിദേശ യാത്രയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഉടൻ തന്നെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾ കുറേ നാളായിട്ട് ചില വ്യക്തികളുടെ മുന്നിൽ ചില ഉപദേശങ്ങൾക്കും അല്ലെങ്കിൽ ചില സൊല്യൂഷനും വേണ്ടിയിട്ട് നിങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ബാങ്കിലോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മുന്നിലോ നിങ്ങൾ കയറി ഇറങ്ങി നിങ്ങൾ മനസ്സ് മടിച്ചു പോയ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ, നിങ്ങൾ അന്ധകാരത്തിൽ പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങളിലേക്ക് സണ്ണ് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളിലുണ്ടായ എല്ലാ നെഗറ്റീവിനെയും പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടാൻ പോകുന്നു. നിങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വ്യക്തികളെ കണ്ടിരുന്നത് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ ചതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ നിങ്ങളെ പറ്റിച്ചും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്തത് എടുത്തുചാട്ടമായി പോയി നിങ്ങൾക്ക് മനസ്സ് മുറിവ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. സണ്ണിൻ്റെ കാർഡ് മജീഷ്യനാണ്. എന്താണോ നഷ്ടപ്പെട്ടത് അത് അട്രാക്റ്റ് ചെയ്യുവാനുള്ള ഒരു എനർജി
നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സ് പകർന്നു നൽകിയിരിക്കുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവിടെ എല്ലാം മൈനർ ആർക്കാന കാർഡിൻ്റെയും എനർജി വന്നിട്ടുണ്ട്. എല്ലാം സ്വന്തമാക്കുവാനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു നിമിഷം വന്നിരിക്കുന്നു. അത് നിങ്ങൾ നെഗറ്റീവായിട്ട് തള്ളിക്കളയാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഊർജമാക്കി മാറ്റുവാൻ ഇത് കഴിയും. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഊർജമുണ്ട്. ആ ഊർജത്തെ നെഗറ്റീവാക്കി മാറ്റാനും പോസിറ്റീവാക്കി മാറ്റുന്നതും നിങ്ങളുടെ ചിന്താഗതിയാണ്, നിങ്ങളുടെ വാക്കുകളാണ്. അപ്പം ഈ കേൾക്കുന്ന റീഡിങ്ങിൽ നിങ്ങൾക്കതിനെ പോസിറ്റീവാക്കിയും നെഗറ്റീവാക്കിയും മാറ്റാവുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളത് പോസിറ്റീവാക്കി തന്നെ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ പേജ് ഓഫ് കപ്പാണ്. നിങ്ങൾക്കൊരു ഓഫർ നിന്നേ ദിവസം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് അത്രത്തോളം ശക്തിയോടുകൂടി ഇത് എനിക്കുള്ള എനർജി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഇത് സക്സസ് ആകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ സാമ്പത്തികമാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു റിലേഷൻഷിപ്പ് സപ്പോർട്ടാണോ നിങ്ങൾക്ക് ആകർഷിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികമാണോ, ജോലിയാണോ, ചില മെസ്സേജുകളാണോ, ചിലയിടത്തു നിന്നുള്ള പേപ്പേഴ്സാണോ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വീണ്ടും 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. നിങ്ങൾ ഇതുവരെയും എന്തൊക്കെയോ വിഷയങ്ങളിൽ നിങ്ങൾ മാനസികമായി തകർന്നിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മുന്നോട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പ്, നിങ്ങളിൽ മറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ ആകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഹിഡൻ ആയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കപ്പ് ഓപ്പൺ ആകുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില നെഗറ്റീവ് തോട്ടുകളെ നിങ്ങൾ അറുത്ത് മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സണ്ണ് വന്ന് ചേർന്നിരിക്കുന്നു. ഏസ് എന്ന് പറയുമ്പോൾ നമ്പർ 1 കാർഡാണ്. നിങ്ങളിലേക്ക് സണ്ണ് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, 7 ഓഫ് പെൻറ്റിക്കിൾ, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ചുറ്റും ഉള്ളത്. ആ എനർജിയെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഉയരത്തിൽ നിന്നും ചില ശുദ്ധമായ വെള്ളം പാടിയിൽ നിന്നൊക്കെ വന്ന് വീണതിന് ശേഷം അത് ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളെ അനുസരിച്ചിരിക്കും അതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാലിന്യങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് നല്ല ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും നിങ്ങളിലൂടെ ഒഴുകുന്നത്. എന്നാൽ നിങ്ങൾ അതിനെ നെഗറ്റീവാക്കി മാറ്റിയാൽ, നിങ്ങൾ അവിടെ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അശുദ്ധമായി തീരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങളുടെ ഹൃദയമാണ്, ഹൃദയ വിചാരമാണ് അത് ചിന്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സാമ്പത്തികത്തെ അനുഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുക. എനർജി നമ്മൾ ഒരു സൂര്യപ്രകാശത്തെ ഒരു ലെൻസിൽ കേന്ദ്രീകരിച്ച്, ഒരൊറ്റ ലെൻസിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കത്തുന്ന ഏതെങ്കിലും വസ്തുവിലേക്ക് കുറച്ച് നേരം പിടിച്ച് നിന്നിരുന്നാൽ അത് ആ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് ചൂട് പിടിച്ച് കത്തുന്നതായിരിക്കും. അത്രയും പവർഫുള്ളായിട്ടുള്ള എനർജി ഒരു ലെൻസിലേക്ക് കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ ഈ യൂണിവേഴ്സിൻ്റെ എനർജിയെ നിങ്ങളുടെ 3rd ഐ പോയിന്റിൽ നിങ്ങൾക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് സക്സസ് നേടേണ്ടത്, ഏത് കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ നിന്നും നീക്കിക്കളയേണ്ടത്, അത് നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് നീക്കിക്കളയുവാനുള്ള ശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു ലെൻസിനെക്കാളും മൂല്യമുള്ളതാണ് നിങ്ങളുടെ അകക്കണ്ണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ എനർജി ആയിരിക്കും ഇവിടെ വരുന്നത്. ആ വ്യക്തി ഇന്നേ ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെ പ്രതിയുള്ള എനർജിയും എന്താണ്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. പ്രതി വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഇന്നേ ദിവസമുള്ള എനർജി. താങ്ക് യു. വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിളാണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 7, 2, 8, 1, 6, 14, 5. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇന്ന് വളരെ സന്തോഷത്തിലുള്ള ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നതാണ്. നിങ്ങൾക്കിന്ന് അവരുടെ ഭാഗത്തു നിന്നും ഒരു സന്തോഷത്തിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. എംപ്രസിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. ഒരു മാറ്റം, ഇതുവരെയും ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഇന്നേ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. 4 ഓഫ് പെൻറ്റിക്കിൾ വീണ്ടും വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം സന്തോഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്കിത് എനിക്കുള്ള എനർജിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സംശയം കൂടാതെ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കി ഭയന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് പിടിക്കുവാൻ സാധിക്കില്ല. ഒരു സർഗസ് കൂടാരത്തിലെ വ്യക്തികൾ അവർ വീഴുമോ എന്ന് ഭയന്ന് അവർ താഴെയുള്ള നെറ്റിലേക്ക് നോക്കി നിന്നാൽ അവർക്കൊരിക്കലും അതിന് മുകളിലുള്ള ഊഞ്ഞാലിലേക്കോ മറ്റൊരു വ്യക്തിയുടെ കയ്യിലേക്കോ ലക്ഷ്യത്തിൽ പിടിക്കുവാൻ ഫോക്കസ് ചെയ്ത് പിടിക്കുവാൻ അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നോക്കി നിന്ന് താഴെ വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളാണ്. ചില വിഷയങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വെയിറ്റ് ചെയ്ത ഒരു എനർജി കാണുന്നുണ്ട്. 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അതിനൊരു മുന്നോട്ടൊരു ലക്ഷ്യവുമില്ലാതെ അല്ലെങ്കിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു വിഷയം നിങ്ങളുടെയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ ഉണ്ടെങ്കിൽ അതിനൊരു വിജയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴി തുറന്നിരിക്കുന്നു. പേജ് ഓഫ് സോഡ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് കണ്ണുകൾ കെട്ടി 2 തീരുമാനം, ഏതാണ് പറ്റുമോ പറ്റില്ലേ എന്നുള്ള വിചാരത്തിൽ കൂടി നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് നിങ്ങൾ മാനസികമായി ധൈര്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് സക്സസ്, ഒരു വിജയമാണ്. നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾക്ക് ഒരു വിജയമാണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വിജയം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളിൽ മുന്നോട്ട് ഒരു സക്സസ്സും കാണാതെ ഇരുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിന്മേൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുവാൻ പോകുന്നു. ഓക്കെ, കിങ് ഓഫ് പെൻറ്റിക്കിളാണ്. തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഏത് രീതിയിലുള്ള ബന്ധമാണോ ആ ബന്ധത്തിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. സാഹചര്യം എത്രയൊക്കെ പ്രതികൂലമായിരുന്നാലും നിങ്ങളെ കൈവിട്ട് കളയുവാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുവാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് ലക്ഷ്യം കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു കുറ്റബോധം, നിങ്ങൾ ഇത്രയും നാൾ വിഷമിപ്പിച്ചതിൽ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ലഭിക്കുന്നതാണ്. മെസ്സേജോ കോളോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് വന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങൾ ഏത് വിഷയത്തിൽ മേലാണോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് അതിലൊരു വിജയം കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അവരുടെ ലൈഫിൽ ഒന്നിലധികം ഓപ്ഷനുകൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പല ലക്ഷ്യങ്ങളും അവർ ചൂസ് ചെയ്തു എങ്കിലും ഇപ്പോൾ അവർക്ക് അതെല്ലാം നഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ
അതിലൊന്നും അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളുടെ പ്രഭയെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലൊരു ദൈവികത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലൊരു വിജയം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് 9 ഓഫ് കപ്പ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും സെയിം എനർജി തന്നെ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളെ വിട്ടുകളയുവാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ വിഷമത്തിലേക്കോ അല്ലെങ്കിൽ ഇനി നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാനോ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകാത്ത ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും അവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഒന്നും നേടിയെടുക്കുവാൻ അവർക്ക് കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നു. അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് എന്താണോ അവർ സ്വീകരിച്ചത് അത് നിങ്ങൾക്ക് തിരികെ നൽകുവാൻ അവർ തീരുമാനിക്കുന്നു. ഒന്നുകിൽ പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും സമയവും അവർ തിരികെ നൽകുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ? നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കാം. ഒന്നിലധികം കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, 1 2 3. നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒന്നിലധികം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധ്യമാകും. നിങ്ങൾ ഹീലാകുകയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് ഒരു ജഡ്ജിമെൻറ്റ് വന്ന് നിങ്ങൾക്ക് റീബർത്ത് ഉണ്ടാകുകയാണ്. ഇതുവരെയും നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ കർമ്മയായിരുന്നു. ആ കർമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഹീലിംഗ് സംഭവിക്കാൻ പോകുന്നു. മനസ്സിൽ വിചാരിച്ച കാര്യം സക്സസ്സിലേക്ക് വരുന്നു. 6 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതുവരെയും നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നത്, നിങ്ങളെ വേണ്ടാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരുന്നത്, ഇത് നിങ്ങളുടെ കർമ്മയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു നിമിഷം തന്നെ ആ ഒരു കർമ്മയ്ക്ക് ഹീലിംഗ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്താണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് ആ കാര്യത്തിലേക്ക് സക്സസ് ആണ് വന്നു ചേർന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, നിരന്തരമായ ഒരു പാറയുടെ മുകളിലേക്ക് ഒരു വെള്ളത്തുള്ളി വന്ന് വീണിരുന്നാലും അതിൽ മൃദുലമായി ആ ഒരു പാറയെ കുഴിക്കുവാനും അതിൽ നിന്നും മിനുസപ്പെടുത്തി ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ സ്ട്രക്ചറിന് പോലും മാറ്റം വരുത്തുവാൻ ഒരു വെള്ളത്തുള്ളിക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നേരിടുന്നതായ ഏത് പ്രതികൂല കാലാവസ്ഥയെയും മാറ്റി അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ലൈഫാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 100ൽ 100 സക്സസ് ആണ് ഇവിടെ കാണിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. 10 ഓഫ് വാൻഡ്സ് നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിച്ചിരുന്ന ചില കാര്യമായിരിക്കും. നടക്കില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ അത്രയും മനസ്സിൽ വെച്ച് നിങ്ങൾ തളർന്നു പോയ ഒരവസ്ഥയ്ക്ക് കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നു, സണ്ണ് നിങ്ങളുടെ ഈ വിഷയത്തിന്മേൽ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഇത് 100ൽ 100 സക്സസ് ആണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിൽ നിങ്ങൾക്കൊരു വിജയം വന്നു ചേരുന്നതാണ്, ഒരു ഗ്രോത്ത് വരുന്നതാണ്. വളരെ സ്പീഡിന് തന്നെ, വളരെ താമസിച്ചിട്ടല്ല, വളരെ സ്പീഡിന് തന്നെ നിങ്ങൾക്കത് സക്സസ് ലഭിക്കുന്നതാണ്. വീണ്ടും വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് വാൻഡ്സ്. സ്ട്രോങ്ലി നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന കാര്യം വളരെ സ്ട്രോങ് ആണ്. രണ്ടും സെയിം കാർഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ ഉണ്ടാകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ. മക്കൾ ഇല്ല, വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിത് കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മക്കളുടെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിൽ മക്കൾക്ക് വേണ്ടിയിട്ട് വിചാരിച്ച കാര്യങ്ങൾ, ദ ഗ്രോത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ സ്ട്രെങ്ത് ആയിട്ട് വളരെ ഗ്രോത്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സഡൻ ആക്ഷനാണ്. നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിരുന്നു ഇത് നടക്കില്ല എടുക്കില്ല എന്ന് വിചാരിച്ച് അതൊരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മറ്റൊരു റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു എങ്കിൽ ആ റൂട്ട് ഉടൻ തന്നെ നിങ്ങളുടെ വശത്തേക്ക് വരുന്നതാണ്. ഓക്കെ, വീണ്ടും വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് വാൻസ്. വളരെ സ്പീഡിന് തന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സംഭവിക്കും. ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കും. ബർത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും ഫേസ് ചെയ്തിരുന്നത് കർമ്മ ആ കുട്ടികളുടെ മേലിൽ നിന്നും അവസാനിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഗ്രോത്ത് സഡൻലി വന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില കൊടുങ്കാറ്റുകളും പ്രതികൂല സാഹചര്യത്തിൽ മാനസികമായി പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിൽ പോലും അവർ ആ ഒരു സിറ്റുവേഷനെ അവരുടെ മനസ്സ് തകർന്നു പോകാതെ മക്കളത് പിടിച്ചു നിൽക്കുന്നു എങ്കിൽ അവർക്കൊരു വിജയമാണ് വരുന്നത്. 7 ഓഫ് സോഡ്. അവർ ഏതെങ്കിലും വിഷയങ്ങളിൽ അവർക്ക് മൂവ് ഓൺ ചെയ്യാതെ അവരെ ചതിച്ച് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ചില ചതിയിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ മേലിൽ ഒരു ടവറാണ് വരുന്നത്. അവരിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ടവർ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ നേരിടുന്നത് വലിയ 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 പ്രശ്നങ്ങളായിരിക്കാം. ചില ചീറ്റിങ്ങുകളായിരിക്കാം. കൂടെ നിന്നിട്ട് ചില വ്യക്തികൾ ചതിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ പക്വത കുറവ് കാരണം അവരെടുത്ത് ചാടി ഏതെങ്കിലും ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം. അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നതാണ്. 7 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നു. ഹൈ പ്രീസ്റ്റിസ്. അവർ ചതിച്ച് ചില വ്യക്തികൾ പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഹിഡനായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യുവാൻ പോകുന്നു. അവരിലേക്ക് വന്നു ചേരുവാൻ പോകുന്നു. അവർക്ക് ആ ഒരു ആരാണ് അവരെ ചതിച്ചതെന്നും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം അവരുടെ മുമ്പിൽ തന്നെ അതിൻ്റെ കർമ്മ വെളിപ്പെട്ട് വരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ മക്കൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു മൂവ് ഓൺ സിറ്റുവേഷനാണ് അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അവർക്കൊരു വഴി, അവർ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു വഴി അവർക്ക് തെളിഞ്ഞു വരുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഒരു സണ്ണിൻ്റെ എനർജി. ഉടൻ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം. ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണോ ഇത്രയും നാളും വളരെ സഹിച്ചും ക്ഷമിച്ചും ഒരു പ്യൂപ്പയ്ക്കുള്ളിൽ അത് ജീവിച്ചിരുന്നത്, ഇന്ന് അവരുടെ ആ ഒരു കംഫർട്ട് സിറ്റുവേഷൻ, അവർക്കൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോയി എന്നുള്ളൊരു ചിന്തയിൽ കൂടി കടന്നുപോയ ആ കംഫർട്ട് സോണിനെ ഇന്ന് പൊട്ടിച്ചുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അവരുടെ സന്തോഷത്തിലേക്ക് അവർ ഇറങ്ങുന്നതാണ്. യൂണിവേഴ്സിൻ്റെ ശക്തിയെ അവർ മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇനി ലക്ഷ്യങ്ങളെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിലുണ്ടായ ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ആ കംഫർട്ട് സോണിൽ നിന്നും പൊട്ടി പുറപ്പെടുന്നതിന് വേണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്കൊരു വിജയം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുമുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ്, അവർ മനസ്സിൽ വിചാരിക്കുന്നതായ വ്യക്തിയുടെ മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത കാർഡ്സിന് ഇപ്പോൾ നിങ്ങളോട് വളരെ കുറ്റബോധവും ശാന്തവുമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്.
ഇത് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ഇതുവരെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും ക്ഷമിച്ച് മുന്നോട്ട് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ക്ഷമ മെസ്സേജാണ് നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ക്ഷമിക്കണം എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നു. സമയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കലും ഇന്നും എനിക്ക് വഴക്ക് കിട്ടി, അല്ലെങ്കിൽ ഇന്നും എന്നെ ബ്ലോക്ക് ചെയ്തു, ഇന്നും എന്നെ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നതിന് പകരം നിങ്ങൾ അവരെ ഈ ഒരു നിമിഷം അനുഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്റ്റാറാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സ്റ്റാറായി കണ്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്നും അവർ ചിന്തിക്കുന്നു. ഇതുവരെയും നിങ്ങളുമായിട്ടുണ്ടായ വാക്ക് തർക്കങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെ ക്ഷമയും സ്നേഹത്തോടും കൂടി അവരോടൊപ്പം നിന്ന നിമിഷത്തെ ഓർത്ത് അവർക്കിപ്പോൾ നിങ്ങളെ ഓർത്ത് ബഹുമാനം തോന്നുന്ന ഒരു എനർജിയാണ് ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. വീണ്ടും റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് റീയൂണിയൻ സംഭവിക്കുമോ എന്നുള്ള എനർജി കൂടി എടുക്കുന്നു. പ്ലീസ് കേഡ്വി മദർ യൂണിവേഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് മദർ യൂണിവേഴ്സ്, ഒരു റീയൂണിയൻ സാധ്യമാകുമോ? 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ? ഫസ്റ്റ്, തീർച്ചയായിട്ടും റീയൂണിയൻ സാധ്യമാകും. നിങ്ങളിൽ നിന്നും മാനസികമായി ദൂരേക്ക് പോയ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. മാനസികമായി നിങ്ങളിലേക്ക് അടുത്ത് വരണമെന്നും നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയനുള്ള പോസിബിൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ദ ചാരിയറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇത് തന്നെ വേൾഡിൻ്റെ കാർഡാണ്, ഒരു യാത്രയുടെ കാർഡാണ്. അതിനോടൊപ്പം തന്നെ ഡബിൾ എനർജിയാണ്. അത് ചാരിയറ്റ് വന്നിരിക്കുന്നു. ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും റീയൂണിയനുള്ള സാധ്യത ഫസ്റ്റ് കാർഡുകാർക്കുണ്ട്. ഓക്കെ, സെക്കൻഡ് കാർഡുകാർക്ക് 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങളെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും കാരണത്താൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ഒരു എനർജി ഇല്ല. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പം ചീറ്റ് ചെയ്ത ഒരു വ്യക്തികൾക്ക് ഒരിക്കലും നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തു പോയിട്ടുള്ള ചില തെറ്റുകൾ കാരണം നിങ്ങളിലേക്ക് എത്തുന്നതിന് അവരുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവർ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ചില ഡബിൾ സിറ്റുവേഷനിൽ, ചില 2 സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ലൈഫിൽ മറ്റെന്തോ ഒരു സിറ്റുവേഷൻ കൂടി അവരെ ജഗിൾ ചെയ്യിപ്പിക്കുന്നതായി കാണുന്നു. കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെ വിട്ടുകളയുവാൻ, സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിൽ പോലും നിങ്ങളെ വിട്ടുകളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി വേണോ നിങ്ങൾ വേണോ എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ അവരിപ്പോഴും ജഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിലേറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതിലേറ്റവും സ്ട്രോങ് ആയിട്ട് റീയൂണിയൻ കാർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1 കാർഡാണ്. മറ്റ് 2 കാർഡ്സിനും പോസിബിൾ കാണുന്നില്ല. കാരണം സിറ്റുവേഷനാണ്, ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റൊന്ന് ചീറ്റിംഗ് സിറ്റുവേഷനുമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 സിറ്റുവേഷനിലും പോസിബിൾ കുറവായിട്ട് കാണുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ ചെയ്തു വെച്ച
കർമ്മയുടെ ഫലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കർമ്മയിൽ നിന്നും റിലീസായാൽ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ 2 കാർഡുകാർക്കും ഫ്യൂച്ചറിൽ ഒരു റീയൂണിയൻ കാണുമോ എന്ന് നോക്കാം. കാരണം നിങ്ങൾ മനസ്സിൽ വിഷമത്തോടു കൂടി പിരിഞ്ഞു പോകാതെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഫ്യൂച്ചറിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ ഈ വ്യക്തികൾ 1, 3 കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു റീയൂണിയൻ സാധ്യത ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു റീയൂണിയന് സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് നിങ്ങൾ റീയൂണിയനിലേക്ക്, ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷനെ പകർന്നുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. പറഞ്ഞു തീർക്കുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കോളിളക്കങ്ങളും പ്രശ്നങ്ങളും പേമാരിയും ഒക്കെ ഉണ്ടായതിന് ശേഷം നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഇതിൽ കണ്ടിരിക്കുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എൻ്റെ ശബ്ദം കേട്ടോ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളും ഉണ്ടായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.